ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 5. രുദ്രൻ ജനിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ രുദ്രനെ 11 രൂപങ്ങളാക്കി ബ്രഹ്മാവ് അതിന് പേരുകളും പത്നിമാരെയും ഇരിക്കാനുള്ള സ്ഥാനങ്ങളും നൽകി കുടുംബജീവിതം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. അതിനുശേഷം പ്രജാസൃഷ്ടി ചെയ്യൂ എന്ന് പറഞ്ഞു. വളരെ ആദരവോടുകൂടി പറഞ്ഞപ്പോൾ അതിന് തുടങ്ങുകയും ചെയ്തു രുദ്രന്മാർ. അതാണ് ഈ 5-ാമത്തെ ശ്ലോകം. ഏകാദശ ആഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാവനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഏകാദശ ആഹ്വയതയ എന്ന് പറഞ്ഞാൽ 11 നാമങ്ങൾ അവർക്ക് നൽകി, പേരുകളും വിഭിന്ന രൂപം ച അതിന് ചേർന്നിട്ടുള്ള വിഭിന്ന രൂപങ്ങളും ഈ 11 രുദ്രന്മാർക്ക് നൽകി. രുദ്രം വിധായ രുദ്രന്മാർക്ക് ബ്രഹ്മാവ് നൽകി. ദയിത വനിതാശ്ച ദത്വ പിന്നെന്ത് കൊടുത്തു? ദയിത പ്രിയപ്പെട്ട വനിതമാരെ പത്നിമാരെയും ദത്വ കൊടുത്തിട്ട് താവന്തി അതത്തച പദാനി അവർക്ക് സ്ഥിതി ചെയ്യാനുള്ള താമസിക്കാനുള്ള സ്ഥാനങ്ങളും അത്രയും പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകി. ഭവത് പ്രണുന്ന അത് വളരെ പ്രധാനപ്പെട്ടതാണ്, എളുപ്പമല്ല. ഒരു കുട്ടിയെ ജനിപ്പിച്ചു, അത് 11 ആക്കി. അപ്പോഴേക്കും ഞങ്ങൾക്ക് സ്ഥാനം തരൂ, പേര് തരൂ, പത്നിമാരെ തരൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഒന്ന് അമ്പരന്നു. ഉടനെ ഭഗവാനെ ചിന്തിച്ചു. ഭഗവാൻ അതിനുള്ള ഉത്തരം കൊടുത്തു. അതാണ് ഭവത് പ്രണുന്ന. ഭഗവാനെ അങ്ങയുടെ ആ ഉപദേശം കൊണ്ട് പ്രേരണ കൊണ്ട് തന്നെ പ്രാഹ ബ്രഹ്മാവ് അങ്ങനെയൊക്കെ ചെയ്ത് അവരോട് ഇപ്രകാരം പറഞ്ഞു. പ്രജാവിരചനായ ച നിങ്ങളുടനെ പ്രജകളെ സൃഷ്ടിക്കുവിൻ എന്ന് പറഞ്ഞു. സാദരം തം എങ്ങനെയാണ് പറഞ്ഞത്? കൽപ്പന പോലെയൊന്നല്ല, വളരെ ആദരവോടു കൂടിയിട്ടാണ് ഈ കുട്ടികളെ ഭഗവാൻ പ്രേരിപ്പിച്ചതനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടിപ്രക്രിയയ്ക്കായിട്ട് നിയോഗിച്ചു. രുദ്രന്മാർക്ക് പേരുകളും പത്നിമാരെയും സ്ഥാനങ്ങളും നൽകിയപ്പോൾ അവർ ബ്രഹ്മാവിനെ നോക്കി, എന്താണ് ഞങ്ങളുടെ ദൗത്യം? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടനെ പ്രജാ സൃഷ്ടി ചെയ്യുക എന്ന് പറഞ്ഞു. പ്രജാവിരചനായ ച സാദരം ആദരവോടുകൂടി പറഞ്ഞു. ഇനി ഇവിടെ രുദ്രൻ്റെ 11 പേരുകൾ പറയാം. മന്യു, മനു, മഹാകാലൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉരുരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ. ഇതാണ് 11 രുദ്രന്മാർ. ഇനി രുദ്ര പത്നിമാരുടെ പേരുകൾ വെറുതെ പറഞ്ഞു പോവാം. ധീ, വൃത്തി, അശന, ഉമ, നിയുത, സർപ്പിസ്, ഇട, അംബിക, ഇരാവതി, സുധ, ദീക്ഷ. ഇതാണ് 11 പത്നിമാർ. അവർക്ക് ഇരിക്കാൻ കൊടുത്ത സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നിവയാണ്. ഇവയെ സ്വീകരിച്ച് നിങ്ങൾ വേണ്ടതുപോലെ പ്രജാസൃഷ്ടി ചെയ്യുക എന്ന് രുദ്രന്മാരോട് ബ്രഹ്മാവ് പറഞ്ഞു. ഏകാദശ ആഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാവനിതാശ്ച ദത്വാ താവന്തി അതത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു. ച പദാനി ഭവത് പ്രണുന്ന. ആ ഭവത് പ്രണുന്ന എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ സന്നിഗ്ധ ഘട്ടം വരുമ്പോഴും ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവ് ചോദിക്കും. ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് ബ്രഹ്മാവിന് വേണ്ട പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ബ്രഹ്മാവ് അത് അതേപടി അനുസരിക്കും. അങ്ങനെയാണ് ബ്രഹ്മാവ് വിഷമഘട്ടങ്ങളെ മറികടക്കുന്നത്. പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. 6-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ രുദ്രന്മാർ സൃഷ്ടി തുടങ്ങി.
14 ലോകവും ഈ ഭീകര രൂപമുള്ള രുദ്രന്മാരെ കൊണ്ട് നിറഞ്ഞു. ബ്രഹ്മാവ് അത്ര ആലോചിച്ചില്ല, എടുത്തു ചാടി പ്രവർത്തിച്ചതാണ്. ഈ ഭയങ്കര രൂപികളെ എല്ലാ സ്ഥലത്തും കണ്ടപ്പോൾ ശരിക്കും ബ്രഹ്മാവ് വല്ലാതെ പേടിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, നിർത്തൂ, ഇനി നിങ്ങൾ സൃഷ്ടി ചെയ്യണ്ട. നിങ്ങൾ എൻ്റെ ആദ്യത്തെ മക്കൾ പോയതുപോലെ ഇനി പോയി തപസ് ചെയ്യുക എന്ന് പറഞ്ഞു. 6-ാമത്തെ ശ്ലോകം. രുദ്ര അഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി ആചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. രുദ്ര, ആ 11 രുദ്രന്മാരും സൃഷ്ടിക്കാൻ തുടങ്ങി. ഭയദ ആകൃതി, അവരുടെയൊക്കെ പോലെ തന്നെയുള്ള സർപ്പഭൂഷണന്മാരും മേലൊക്കെ ഭസ്മം പൂശിയിട്ടുള്ളവരും ജട പിടിച്ചവരും ശൂലം പിടിച്ചവരും ഒക്കെ ആയിരുന്നു എല്ലാവരും അവർ സൃഷ്ടിച്ച. അതാണ് ഭയദ ആകൃതി, ഭയങ്കര ആകൃതിയായിരുന്നു. സമ്പൂര്യമാണ് ഭുവനത്രയം, 3 ലോകവും അവരെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. ഭീതചേത, അത് കണ്ട ബ്രഹ്മാവ് വല്ലാതെ പേടിച്ചു. ഇനി എന്താ ചെയ്യുക, ഇങ്ങനെ എല്ലാവരും പേടിച്ചു പോവില്ലേ ഇവരെ കണ്ടിട്ട് എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാ പ്രജാസൃജ, അയ്യോ മതി നിർത്തുക, ഇനി പ്രജകളെ സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ പ്രജാസൃഷ്ടി ചെയ്യരുത്, നിർത്തുവിൻ എന്ന് പറഞ്ഞു. മംഗളായ തപശ്ചര, പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോകം പേടിക്കാതിരിക്കട്ടെ, ലോകത്ത് മംഗളം, ശാന്തി, നന്മ നിറയട്ടെ, അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തപസ് ചെയ്യൂ, തപചര എന്ന് പറഞ്ഞു. ഇതി തം ആജഷ്ട, അങ്ങനെയുള്ള ഈ വാക്കുകൾ അവരോട് അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മാവ് രുദ്രന്മാരോട് ഇങ്ങനെ പറഞ്ഞു. ഭവതീരിതാത്മാ, ബ്രഹ്മാവിന് എങ്ങനെയാണ് അത് തോന്നിയത്? വിഷമം വന്നപ്പോൾ ഭഗവാനെ ധ്യാനിച്ചു. ഉടനെ ഉള്ളിൽ നിന്നും ഭഗവാൻ ആ നിവാരണം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ബ്രഹ്മാവിനത് മനസ്സിലായത്. എന്തെങ്കിലും അനർത്ഥമുണ്ടാകുന്ന സമയത്ത് ഭഗവത് ധ്യാനമാണ് അതിൽ നിന്നും നിവാരണമായിട്ടുള്ള മാർഗം എന്ന് ബ്രഹ്മാവ് തൻ്റെ അനുഭവത്തിൽ കൂടി എത്രയോ തവണ നമുക്ക് പറഞ്ഞു തരാണ്. എന്ത് കാര്യം നന്നാവാനും ഭഗവത് ചിന്ത തുടക്കത്തിൽ തന്നെ വേണം. ഇവിടെ രുദ്രൻ്റെ സൃഷ്ടിക്ക് മുമ്പേ ബ്രഹ്മാവ് അങ്ങനെ അല്ലാതെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. ഉടനെ ഭഗവത് ചിന്ത ചെയ്തു, മാർഗവും തെളിഞ്ഞു. അതുപോലെ നമുക്കും എപ്പോഴായാലും ഭഗവത് ചിന്തയോടെ തുടങ്ങണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഭഗവാനുണ്ട്. സാക്ഷിയായിട്ടുള്ള ആ ഭഗവാന്റെ ശബ്ദം നമുക്കതിനുള്ള ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ പ്രതിസന്ധിയിൽ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ ശബ്ദം ശ്രദ്ധിക്കുക, അതിനെ അവഗണിക്കുക, അത് കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അത് കേൾക്കാണ്ടാവുകയും ചെയ്യും. ഇവിടെ അതാണ് ഭവതീരിതാത്മാ എന്ന് പറഞ്ഞത്. ഭഗവാൻ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവസരം ഭഗവത്ഗീതയിലുണ്ട്. അർജുനൻ യുദ്ധത്തിൻ്റെ മുന്നിൽ യുദ്ധകളത്തിൽ തളർന്നു, അമ്പും വില്ലൊക്കെ താഴെ വെച്ചു. ഭഗവാനെ എനിക്ക് പറ്റില്ല, എൻ്റെ ശരീരം തളരുന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വീഴണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ വേണ്ട ഉപദേശങ്ങൾ നൽകി. അതാണ് ഭഗവത്ഗീത. അത് പൂർണ്ണമായിട്ടും അർജുനൻ സ്വീകരിച്ചു. യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുകയും ഒടുവിൽ വിജയം വരിക്കുകയും ചെയ്തുല്ലോ. അതേപോലെ തന്നെ നമ്മളും ഭഗവാൻ എന്തിനാണ് ഇടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാൽ അതിനൊരു ശ്ലോകം പറയും. ആപത്തിൽ പെടാതിരിക്കാനാണ്. ഒരു പശുക്കളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മെല്ലെ ഓരോ അടിയൊക്കെ വെച്ച് കൊടുക്കും. അത് എന്തിനാണ്? അല്ലെങ്കിൽ അവരുമല്ല കുണ്ടിലോ കുളത്തിലോ പോയി വീഴും. അതിന് അവിടെ നിന്നും വലിയ ആപത്തുകളിൽ നിന്നും അവരെ രക്ഷിക്കാനാണ്. നല്ല ബുദ്ധി തന്നുകൊണ്ടാണ് ഭഗവാൻ രക്ഷിക്കുക. ആ ബുദ്ധിയാണ് നമ്മളുടെ ഹൃദയത്തിലിരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ഉപദേശം തരും. വേണ്ടത് എന്താണെന്ന് അതിനുള്ള വിവേകവും നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാവനിതാശ്ച ദത്വാ
താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാ മാമാ പ്രജാ സൃജതപശ്ചരമംഗളായേതി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.